നമ്മളെ നെക്സോൺ ഇ വിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് രസകരമായിട്ടുള്ളൊരു കമൻറ്റ് അല്ലെങ്കിൽ വളരെ ചിന്തിപ്പിച്ചൊരു കമൻ്റ് ആയിരുന്നു. ഈ വാഹനം റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ ഓടിക്കട്ടെ, അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണമൊക്കെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് രസകരമായിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ശരിയാണ്, നമുക്കിപ്പോൾ ഏതൊരു വണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും വളരെ പെട്ടെന്നൊരു അഭിപ്രായം പറയുന്നതിനേക്കാൾ ഉപരി ഒരുപാട് കാലം അത് ഓടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓടിച്ച ആളുടെ എക്സ്പീരിയൻസിൽ എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നും എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആലോചിച്ച ആ ഒരു തോട്ടിൽ നിന്ന് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആലുവക്കാരനായിട്ടുള്ള അനൂപ് സാറാണ്. വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, അനൂപേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലുവയാണ് വീട് അല്ലേ? അനൂപേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഞാനും അനൂപേട്ടനും ഇപ്പോൾ ഇങ്ങനെ ഒരു മേശയ്ക്കിരുവശം ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ടാറ്റ നെക്സോൺ EV എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം 50,000 കിലോമീറ്റർ തികച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷ കാലയളവ് കൊണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് നെക്സോൺ EVയുമായി ബന്ധപ്പെട്ട്. ഒരുപാട് സംശയങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പുതുതാണ്. പിന്നെ അതിൽ തന്നെ അത് എങ്ങനെയാണ് വർക്കിംഗ്, എങ്ങനെയാണ് നമ്മൾ പെട്ടുപോകുമോ എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത്. അപ്പം ടാറ്റ നെക്സോണിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നെക്സോൺ EV എടുത്തിട്ട് ഒരു വർഷമായി, അതിന് മുമ്പേ വാഹനം ഓടിക്കുന്ന ആളാണ്. പെട്രോൾ വാഹനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് വന്ന സമയത്ത് പ്രധാനമായിട്ടും ഫീൽ ചെയ്ത വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് സ്മൂത്ത് ആണ്, സൈലന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മളെ ഡ്രൈവിംഗ് സ്റ്റൈൽ മാറും. ഡ്രൈവിംഗ് സ്റ്റൈല് നമ്മ കംഫർട്ടായി. അത്ര നാൾ ഞാൻ കുറച്ച് റഷ് ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, പെട്രോൾ ഡീസൽ വണ്ടിയിൽ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് നെക്സോൺ EV എടുത്തപ്പോൾ സ്പീഡ് അതിനേക്കാളും കൂടുതലാണ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാ പെട്രോൾ ഡീസലിനേക്കാളും കൂടുതലാണ് വണ്ടിക്ക് സ്പീഡ് കൂടുതൽ. ലിമിറ്റ് ഉണ്ട്, ഇതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 120 ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് ചെയ്തേക്കുന്നതാണ്. അത് 120 മേലെ പോകാൻ പാടില്ല. അപ്പോൾ അവിടെ വെച്ച് കട്ട് ഓഫ് ആവും. അത് വെച്ച് മേലെ പോകില്ല, അവിടെ വെച്ച് നിൽക്കും. അതൊരു സൗകര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അത്രയും സ്പീഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരിക്കും. നമുക്ക് സ്മൂത്ത്, നമ്മൾ അറിയില്ല, നമ്മൊരു ഫ്ലൈറ്റിൽ പോകുന്നൊരു ഫീൽ തന്നെ. ഭയങ്കര കംഫർട്ടായിട്ട് നമ്മൾ അറിയില്ല 120 പോകുന്നത് എന്ന് അറിയില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുമേ അറിയില്ല, കാരണം സൗണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. വേറെ എന്ത് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുള്ളത്? വേറെ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അവർ ട്യൂൺ ചെയ്തേക്കുന്നത് കോർണർ സ്റ്റെബിലിറ്റിയും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഈ ഒരു 100 സ്പീഡിൽ പോയിട്ട് നമുക്കൊരു വളവ് വളച്ചാൽ പോലും നമ്മളെ കൂടെ ഇരിക്കുന്ന, ഇപ്പോൾ എൻ്റെ വേറെ വണ്ടിയുണ്ട്, അതൊരു 60 സ്പീഡിൽ പോയി വളച്ചാൽ തന്നെ നമുക്ക് കൂടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ചെരിഞ്ഞ് അങ്ങനെ പോകും. ഇത് അങ്ങനെ ഉറപ്പ്, നമുക്ക് കംഫർട്ട് ആയിരിക്കുള്ളൂ. ആ ഒരു കംഫർട്ട് ഇതിനുണ്ട്, നമുക്ക് എത്ര സ്പീഡിൽ പോയി വളയ്ക്കാം അങ്ങനെ രീതിയിൽ. പിന്നെ ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ കേസിൽ ഇപ്പോൾ കേരളം പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കും കയറ്റം കയറുമോ. സാധാരണ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകളെ കുറിച്ച് ഇപ്പം ഈ ഒരു 50,000 കിലോമീറ്റർ ഓടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് മറുപടി അവിടെ? കയറ്റം കയറുമ്പോൾ ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് കയറ്റമാണ് കയറിയത്, ഇറക്കമാണ് ഇറങ്ങിയത്. അത്രയും ഫ്രീ ആയിട്ട് കയറുന്നു. ഒരു സാധാരണ ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു പെട്രോൾ എഞ്ചിൻ വാഹനം കയറുന്നതിനേക്കാളും നല്ല രൂപത്തിൽ കയറും എന്നുള്ളൊരു ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞു കേട്ടു. അത് സത്യമാണോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഡീസൽ കാറ്, പെട്രോൾ കാർ നമുക്കിപ്പോൾ ഒരു നല്ലൊരു 60 ഡിഗ്രി ലെവലിലുള്ള ഒരു കയറ്റത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നമുക്ക് പേടിയായിരിക്കും. വണ്ടി തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബാക്കിലോട്ട് ഇറങ്ങും എന്നുള്ളൊരു പേടിയായിരിക്കും. EVയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോയിട്ട് അത് നമ്മളെ മോട്ടർ ബാക്ക് റൊട്ടേഷൻ ചെയ്ത് അത് തിരിച്ച് കയറിക്കോളും. അത് ഓട്ടോമാറ്റിക് തന്നെ കയറിയില്ലെങ്കിൽ അത് അവിടെ നിൽക്കും. ആ ലെവൽ ഒരിക്കലും പുറകിലേക്ക് പോകും. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ലൈറ്റ് ഡ്രൈവിംഗ് നമ്മൾ വളരെ കംഫർട്ടായിട്ട് നമുക്ക് എത്ര ദൂരെ യാത്ര ചെയ്താലും നമ്മൾ ക്ഷണിക്കില്ല. ഉറപ്പ്. അത് കാരണം വെച്ചാൽ ഒരു പക്ഷേ ഈ ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കാരണമായിരിക്കാം. ഈ EV എടുത്തിട്ട് ഇപ്പോൾ 50,000 കിലോമീറ്ററിൽ ഏറ്റവും ദീർഘദൂര യാത്ര നടത്തിയത് എവിടേക്കാണ്? ഞാൻ വയനാട് കഴിഞ്ഞു മൈസൂർ ബോർഡർ ലെവൽ അവിടെ വരെ പോയിട്ടുണ്ട്. നമ്മളെ താമരശ്ശേരി ചുരം കയറി. എല്ലാവരും പറഞ്ഞു ചുരം ഫുൾ ഓടിലാ കയറിയത്. ഞങ്ങൾ 4 പേരും എല്ലാവരും ഒരു 6 അടി ലെവലുള്ള ആയിട്ടുള്ള ആൾക്കാർ തന്നെയല്ല, എല്ലാവരും ഒരു സൈസ് ഉണ്ട്.
ആ ലെവലിലുള്ള എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഒരുവിധ പ്രശ്നങ്ങളും ഈസി ആയിട്ട് കയറി. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ലിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു EV എടുക്കുന്നതിന് മുമ്പ് അനൂപേട്ടൻ്റെ വീട്ടിൽ വന്നിരുന്ന കറണ്ട് ബില്ലും അതിനുശേഷം, അതായത് ഇപ്പോൾ EV എടുത്തതിന് ശേഷം വന്നിട്ടുള്ള കറണ്ട് ബില്ലും താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം? കറണ്ട് ബില്ല് എനിക്ക് EV എടുക്കുന്നതിനേക്കാളും മുന്നേ ഒരു 2000-3000-നുള്ളിലായിരുന്നു. EV എടുക്കുന്നതിനേക്കാളും വീട്ടിലെ യൂസിങ് മാത്രം, സാധാരണ യൂസ്. അത് പിന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലം ആകുമ്പോൾ കുറയും, വേനൽക്കാലം ആകുമ്പോൾ AC ഒക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഓക്കെ. EV എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് അപേക്ഷിച്ച് കൂടുതലാണ് വന്നിരുന്നത്. പക്ഷേ നമ്മുടെ ട്രാവലിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ബെറ്റർ. നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ കറണ്ട് ബില്ലായിട്ടല്ല, പെട്രോൾ അടിക്കുന്നത്. നമ്മൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഒരു 2012-2013 കാലഘട്ടങ്ങളിൽ എനിക്ക് 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കിലോമീറ്റർ 500-600 കിലോമീറ്റർ ഓടാൻ പറ്റുമായിരുന്നു, 450 കിലോമീറ്റർ ഓടാൻ പറ്റുമായിരുന്നു. പിന്നെ അതിങ്ങനെ പോകുമ്പോൾ തോറും ഇപ്പോൾ 450 200-300 മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ 2000 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ച് പോകേണ്ടടുത്തേക്ക് അത്ര ഡീസൽ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിനനുസരിച്ച് മൈലേജ് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുമല്ല. കാരണം എനിക്ക് ഒന്നരാഴ്ച കൊണ്ട് ചിലവാകുന്ന പൈസ ഇത് 2 മാസം കൊണ്ടാവുള്ളൂ. ഒരു എത്ര 30 യൂണിറ്റ് ആണ് ഇപ്പം ഇതിന് ഫുൾ ചാർജിന് വേണ്ടിയിട്ട് വരുന്ന സമയം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 7 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും ഒരു 200 രൂപയോളെ വരുള്ളൂ. ഒരു ദിവസം ഫുള്ളായിട്ട് ചാർജ് ചെയ്യും എല്ലാ ദിവസവും. പിന്നെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചാർജ് ചെയ്യുന്ന സമയം എങ്ങനെയാണ്? അതായത് രാത്രിയിലാണോ ചാർജ് ചെയ്യുക, അതോ ഇതിനിടയിൽ എവിടേക്കെങ്കിലും ട്രാവൽ പോകുമ്പോൾ ചാർജ് ചെയ്യാറുണ്ടോ? നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഏറ്റവും കംഫർട്ട് രാത്രിയിൽ നമ്മൾ എന്തായാലും ഉറങ്ങാൻ പോകുമ്പോൾ അത് ചാർജിന് പ്ലഗിന് ഇടാം. നമുക്ക് രാവിലെ 8 മണിക്കൂറാണ് ചാർജിങ് ടൈം പറയുന്നത്. രാവിലെ എന്തായാലും നമ്മൾ 8 മണിക്കൂറോളം എന്തായാലും ചാർജിന് ഇടും. കാരണം നമ്മൾ 10 മണിക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ അത് ചാർജ് ആയിട്ടുണ്ടാവും, ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. ഒരു 6 മണിയാകുമ്പോഴേക്കും ചാർജ് ആയിട്ടുണ്ടാവും പരമാവധി. അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറ്. പിന്നെ ചില സമയത്ത് 0 ആയിട്ട് ഇതേവരെ ഞാൻ കൊണ്ട് കയറ്റിയുള്ള 2-3 പ്രാവശ്യം പെർസെൻറ്റേജിൽ കൊണ്ട് വന്നിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂറും കൂടുതൽ വരും. കാരണം ഏറ്റവും ലോയിൽ വന്നിട്ട് ചാർജ് കയറുമ്പോൾ ടൈം കൂടുതൽ എടുക്കും. കാരണം ചാർജ് കയറുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ഹീറ്റ് ആവും. അപ്പോൾ ഹീറ്റ് ആകുമ്പോൾ ചാർജർ തന്നെ അതിന് സെൻസേഴ്സ് ഉണ്ട്, അത് കട്ട് ഓഫ് ചെയ്യും കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണൊക്കെ ചെയ്യുന്ന അപ്പൊ അവിടെ വെച്ചുമ്പോൾ സ്ലോ ആക്കും. അപ്പൊ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം, ഇപ്പം സാധാരണഗതിയിൽ ബാറ്ററി ഹെൽത്ത് എന്നൊരു പരിപാടി ഫോണിന്റെ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ശരിക്കും നെക്സോണിന്റെ കേസിൽ വന്നിട്ടുണ്ടോ? നെക്സോണിന് ബാറ്ററി ഇഷ്യൂ എനിക്ക് ഇപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 6% വന്നപ്പോൾ ഒരു ക്രിട്ടിക്കൽ അലർട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഞാനത് സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ചാർജിങ് സൈക്കിൾ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ചാർജിങ് ചെയ്യുന്നതിന് നമ്മൾ ഒരേപോലെ ചെയ്യുന്ന വ്യത്യാസങ്ങളുണ്ടാകും. അത് പലരും പല രീതിയിലേക്ക് അത് നമ്മൾ മൊബൈലിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ആൻഡ്രോയിഡിൽ പറയുന്നുണ്ട് ചാർജ് ചെയ്യുമ്പോൾ ഇത്ര നേരം ചാർജ് ചെയ്യണം നല്ലതാ. ഹീറ്റ് ഇപ്പം എൻ്റെ ഫോണിൽ കാണിക്കുന്നുണ്ട് ഈ ഹീറ്റ് ഇത്രയും ആവരുത്, ഹീറ്റ് ഇത്ര ആയിക്കഴിഞ്ഞാൽ ബാറ്ററിക്ക് ലൈഫ് കുറയും. അപ്പോൾ ആ ഹീറ്റ് കുറഞ്ഞ സ്ഥലത്ത് ചാർജ് ചെയ്യുക, അപ്പോൾ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. അതിൽ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ചാർജിങ് ഹെൽത്തിൽ പോയി കഴിഞ്ഞാൽ കാണിക്കും. അപ്പോൾ അവർ പറഞ്ഞ അതേപോലെ ചാർജിങ് ഹെൽത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്, അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ റെഡിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1,00,000 കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ വരെ എനിക്ക് ബാറ്ററി വാറണ്ടി ഉണ്ട്. അവർ റീപ്ലേസ് ചെയ്ത് തരും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് പ്രശ്നങ്ങളില്ല. ആ 1,60,000. ഓക്കെ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നൊരു സംശയമാണ്, ഇപ്പം ഒരു ദിവസം എത്ര കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ട്? അതിൽ ചോദ്യം എത്ര ഉള്ളൂ, ആവറേജ് എത്ര കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം 200 to 220. അത് നമുക്ക് ഷുവറായിട്ട് കിട്ടും. 200 മുതൽ 220 വരെ എന്തായാലും ഷുവറായിട്ട് കിട്ടും. പിന്നെ അതിന്റെ മോളൊക്കെ നമ്മുടെ കയ്യിൽ പോലിരിക്കും. അത് നമ്മ ഓടിക്കുന്ന ഒരു രീതി, നമ്മളെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാനിൽ 300 കിലോമീറ്റർ വരെ ഓടിച്ചിട്ടുണ്ട്. 300 വരെ ഞാൻ ഓടിച്ചിട്ട് ക്ലിയർ ചെയ്യിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 160 വരെ ഓടിച്ച് നിർത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ഓടിച്ച് നോക്കിയിട്ട് 160 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ് മോഡ് മാത്രം 160 ലെവലിൽ നമുക്ക് കിട്ടും. അതിലും കിട്ടുമായിരുന്നു, ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ രീതിയിൽ. അപ്പോൾ ഞാൻ വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ, അപ്പോൾ AC ഇട്ട് കഴിഞ്ഞാലും AC ഇടാതിരുന്നാലും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം? AC ഇട്ട് കഴിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പെട്രോൾ വണ്ടിക്കൊക്കെ AC ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ ഡിലേ വരും. ഈ വണ്ടിക്ക് പവർ ഡിലേ ഒന്നുമില്ല, ചാർജ് നമുക്ക് ഭയങ്കരമായിട്ടല്ല. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവർ പറയുന്നത്, കമ്പനി പറയണത് 30 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നു. അപ്പം നമുക്കിപ്പോൾ ഓടുന്ന ഇപ്പോൾ 220 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 30 കിലോമീറ്റർ AC ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓടിക്കാം. പിന്നെ നമുക്കൊരു ഗുണം, EVക്ക് എല്ലാവരും
പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ കാർ പെട്രോൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഡീസൽ കാറിൽ ഇപ്പോൾ ഒരു 50,000 കിലോമീറ്റർ 50,000 ഒന്നും ആവണ്ട ആ മുമ്പ് നമുക്ക് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു കിലോമീറ്റർ പോകുമ്പോഴേക്കും ചൂടാവി നമ്മളെ മേത്തേക്ക് അടിച്ചു. എത്ര വലിയ കവറിംഗ് ഉള്ള വണ്ടിയായാലും ഏത് വണ്ടിയാലും കാരണം കുറേ വണ്ടികൾ ചൂടാവി ഇങ്ങനെ വരും നമുക്ക്. അപ്പം നമ്മൾ AC എന്തായാലും ഇടും. ഇലക്ട്രിക് വണ്ടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നത് നമുക്ക് തണുത്ത നമ്മൾ ബൈക്കിന് പോകുന്ന പോലത്തെ ഫീൽ ആയിരിക്കുള്ളൂ. അവിടെ നിന്ന് വരുന്നത് നമുക്ക് തണുത്ത കാറ്റായിരിക്കും. ഒന്നുമില്ല ഹീറ്റ് ആവാനായിട്ട്. അടിയിലാണ് ഹീറ്റ് ആവാനുള്ള സംവിധാനങ്ങളൊക്കെ അതൊക്കെ ആ വഴി അടിയിലൂടെ തന്നെ പോയിക്കോളും. അപ്പോൾ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണി ആ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ആ ടൈം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് AC ഓഫ് ചെയ്തിട്ട് പരമാവധി പോകാം. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ഇപ്പം നെക്സോൺ EV എടുത്തിട്ട് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? പണി എന്ന് പറയാൻ ഒരു പ്രാവശ്യം എനിക്ക് വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ ഈ 6% താഴെ വരുമ്പോൾ എനിക്ക് ക്രിട്ടിക്കൽ അലർട്ട് കുറച്ച് അലർട്ട് കാണിച്ചു. അതിപ്പം ക്ലിയർ ആയി. അത് നമുക്ക് പിന്നെ ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടാറ്റ കണക്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ വന്ന് ടോയ് ചെയ്ത് നമ്മളെ ഒന്നിനും ചാർജിങ് സെക്ഷനിലേക്ക് എത്തിച്ചേരും. അതല്ലെങ്കിൽ അവർ നമുക്ക് ഊബർ വിളിച്ച് നമ്മളെ എനിക്ക് ഫുഡ് വരെ വാങ്ങി തന്നവർ. പ്രശ്നം എനിക്ക് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ അവരെനിക്ക് ഫുഡ് വരെ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന് അവരപ്പം തന്നെ ഊബർ വന്നു എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ, വണ്ടി കൊണ്ടുപോകുന്ന ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അത് വേറെ ഒന്നും ഇരുന്നില്ല, എനിക്ക് ചാർജ് ചെയ്തപ്പോൾ അവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നു. അപ്പോൾ ചാർജിങ്ങിൽ ഇതിന് ബാറ്ററിനെ സേഫ് ആക്കാൻ, ബാറ്ററി ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ സേഫ് ആക്കാൻ വേണ്ടി വണ്ടിനെ സ്ലീപ്പ് മോഡിലേക്ക്. അപ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്ത സമയത്ത് അവിടുത്തെ നമ്മുടെ KCB എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടല്ലോ, ആ കറണ്ട് ഉണ്ടല്ലോ, ആ കറണ്ടിൽ എന്തോ വോൾട്ടേജ് കൂടുതലാണ് വന്നത്. അപ്പോൾ ഈ വണ്ടി നേരെ സ്ലീപ്പിലേക്ക് പോയി. പിന്നെ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അവർ വരണം. പക്ഷെ അവർ പുതിയ അപ്ഡേറ്റോടെ അത് ക്ലിയർ ചെയ്തു. എന്നാൽ ഞാൻ അങ്ങനെ ഇനി വരില്ല, കാരണം അങ്ങനത്തെ ഒരു ഇത് വന്നാൽ തന്നെ വണ്ടി കുറച്ചു നേരം കഴിഞ്ഞാൽ ഓൺ ആവും എന്നുള്ള രീതിയിൽ അവരിത് ചെയ്തു. അത് നമ്മൾക്ക് വരും. അതല്ലാണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്, നമ്മുടെ മൊബൈലിൽ അപ്ഡേറ്റുകൾ വരില്ലേ, അതേപോലെ തന്നെ EV അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് വന്നപ്പോൾ ഓരോരോ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിങ്ങനെ സോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഈ ശരിക്കും EV എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് നെക്സോൺ EV ഒരു കസ്റ്റമർ എന്നുള്ള ആൾക്ക് EVയുടെ കസ്റ്റമർ, അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് ഡെയിലി ലൈഫ് ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? എനിക്ക് പെട്രോൾ ഡീസലായിട്ടുള്ള രീതിയിനെക്കാട്ടും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് EV തന്നെയാണ് തോന്നിയിരിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ രീതിയിൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കും. ഇപ്പം നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തു, അത് ഒരാൾ യൂസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, ഞാൻ യൂസ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും, താങ്കൾ യൂസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലേക്കും വരുന്നത്. എനിക്ക് എൻ്റെ യൂസിങ്ങിന് എനിക്ക് ഹാപ്പിയാണ്. എൻ്റെ ഇതേവരെ അങ്ങനെ പെട്ടു എന്ന് പറയാനായിട്ട് എനിക്ക് അത് മാത്രമേ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. പിന്നെ ഈ ക്രിട്ടിക്കൽ അലർട്ട് കാണിച്ചത് ഇല്ല, അത് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ശരിയായി. പിന്നെ എനിക്ക് വന്നത് ഈ ക്രിട്ടിക്കൽ അലർട്ട് അടിച്ച വീടിൻ്റെ അവിടെ വെച്ചാണ്, ആ ഒരു വീടിൻ്റെ അവിടെ വെച്ച് അത് അവരവരെ വന്ന് കൊണ്ടുപോയി അത് അവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടത്, അങ്ങനെ ഒന്ന് പറയില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പം ഇവിടുത്തെ ട്രാഫിക്കിൽ പെട്ടിട്ടാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട്. കാരണം ട്രാഫിക്കിൽ പെട്ട് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ഈ കൊച്ചിയിലെ ഇത്രയും വലിയ ട്രാഫിക്കിനിടയിൽ ഈ ഒരു EV വാഹനം ഓടിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് ട്രാഫിക്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നത് ഡീസൽ കാറിൽ. നമ്മൾ അങ്ങനെയാണ് അത് ഓടിച്ചിരുന്നത്. ഞാൻ 8 വർഷം 9 വർഷത്തോളം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മാനുവലി ആയിരുന്നു വണ്ടി. ട്രാഫിക്കിൽ മാനുവലിയിൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് പാടാം. ക്ലച്ച് താങ്ങി, ഡീസൽ കാർ എന്ന് പറയുമ്പോൾ ക്ലച്ച് ഹെവി ആയിരിക്കുള്ളൂ. നമ്മൾ ക്ലച്ച് താങ്ങി നിൽക്കലും, പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആ സമയത്ത് ACക്ക് വേണ്ടി കുറേ ഡീസൽ കത്തും. പിന്നെ നമുക്ക് വണ്ടി ഭയങ്കര റഫ് ആയിരിക്കുള്ളൂ ഓടിക്കണം, ഭയങ്കര പാടായിരിക്കും. ക്ലച്ച് ഔട്ട് എപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്ത് ഇത് നമുക്ക് എന്താ പറയുക ഫ്രീ ആണ്. നമ്മളൊരു ആക്സിലേറ്ററിൽ മാത്രം കാല് വയ്ക്കുക, ജസ്റ്റ് ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇനി റീജനറേഷനുള്ളതുകൊണ്ട് ഈ വണ്ടി സ്ലോ ആവും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഗ്യാപ്പ് കണ്ടിട്ട് നമുക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും മുന്നോട്ട് വലിച്ചുകൊണ്ടുപോകല് ഇതിനെ കവർ ചെയ്യാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഈ ബഡ്ജറ്റിൽ കിട്ടില്ല വണ്ടി. ഒരു ഡ്രാഗ് റേസ് നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ നമ്മളെല്ലാവരെയും ഇഷ്ടമാകാനാണ് കോമ്പസ് ആയിട്ട്, അതിനായിട്ട് വെച്ചിട്ട് പോലും നമുക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. കട്ടയും ഇതൊക്കെ ഉള്ള റോട്ടിലൂടെ അങ്ങനെ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഭയങ്കര മോശമായിട്ട് നമുക്ക് സാധാ രീതിയിൽ പോകാൻ പറ്റാണ്ട്, പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വണ്ടി എടുത്ത സമയത്ത് നല്ല മഴയുള്ള സമയത്താണ് എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഇവിടേക്ക് പോയിരുന്നു, മലപ്പുറം പോയിരുന്നു. അപ്പോൾ തൃശ്ശൂർ
ടൗൺ എത്രയേക്കാളും മുന്നേ ഇടവഴി കൂടെ കയറിയിട്ട് പോയത്. ആ വഴി ഫുള്ളൊരു ഈ വീല് മുങ്ങി പോകുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. എല്ലാ വണ്ടികളും അവിടെ മാറ്റിയിട്ടേക്കായിരുന്നു. ഞാൻ മാരുതി സെൻ അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ മാറ്റിയിട്ട് പോണില്ല, ഒറ്റ വണ്ടികളും പോണില്ല, അവർ മാറ്റിയിട്ടേക്കാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ഫോർച്യൂണർ ആ വഴി പോയി, പിന്നെ വേറെ വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ വണ്ടിയിൽ കണ്ടിട്ടുണ്ട്, വണ്ടിക്ക് ബാറ്ററി വാട്ടർ പ്രൂഫാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് എടുത്തിട്ടുള്ളൂ, എടുത്തിട്ട് എനിക്ക് ജസ്റ്റ് ഒരു 2000 കിലോമീറ്റർ അങ്ങോട്ട് ആയിട്ടുള്ളൂ, ഒന്നും അറിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഇത് ഇത്ര മണിക്കൂർ, ഞാൻ അരമണിക്കൂർ അങ്ങാണ്ട് വെള്ളത്തിൽ ഇത്ര അടിയിലേക്ക് ഇത്ര മീറ്റർ വരെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻറ്റിൽ ഞാൻ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, നേരെ വണ്ടി എടുത്ത് ഒരു കുഴപ്പമുണ്ടായില്ല, അപ്പുറത്ത് കടന്നു. അതിനുശേഷം വെള്ളം കയറിയ പോലത്തെ ഒന്നും ഉണ്ടായില്ല. വീല് ഫുള്ള് മുങ്ങിയിട്ടായിരുന്നു പോയത്, വീല് ഫുള്ള് മുങ്ങിയ ലെവലിലായിരുന്നു വണ്ടിയിൽ, അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഈ ചാർജിങ് സ്റ്റേഷന്റെ അവൈലബിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എന്താണ് നിങ്ങളുടെ സജഷൻ? അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഡ്രോബാക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം EVക്ക് സജഷൻ ഇപ്പോൾ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് രജിസ്ട്രേഷൻ ഫീ കട്ട് ചെയ്തു. അപ്പോൾ അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഇപ്പോൾ 18% ആയിരുന്നു, അല്ല 28% ആയിരുന്നു ആദ്യം വന്നത്, ഇപ്പോൾ അത് 5%ലേക്ക് മാറ്റി. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ 0% ആണ് മറ്റേ ടാക്സ് ഇല്ല. ഇവിടെ കേരളത്തിൽ 5% കൊടുക്കുന്നുണ്ട്. അതും കൂടിയും മാറ്റിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 2-3 കാര്യങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ EVക്ക് ടോള് കുറച്ച് കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടോളിന് ഒഴിവാക്കണം. ടോളിനെ ഒഴിവാക്കാം EV. അപ്പോൾ EV എടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇത്. അതേപോലെ പാർക്കിങ്ങിൽ ഫീ പാടില്ല, പാർക്കിംഗ്. കാരണം അത് കുറച്ച് കാലത്തേക്ക് അവരെ ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു 1000 വണ്ടി കാണുന്നതിൽ ആ കൂടെ ഒരു വണ്ടി ഞാനായിരിക്കും EV ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര അതിശയമായിട്ട് നോക്കും ഈ വണ്ടിനെ എങ്ങനെയാന്നുള്ള ഇതിൽ. ഇപ്പം അത് ശീലമായി തുടങ്ങി. ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ എറണാകുളം പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-8 വണ്ടി ഒരുമിച്ച് കാണും. ഇപ്പം എല്ലാവരും ഒരു കോൺഫിഡൻ്റ് ആയി തുടങ്ങി. നമ്മളെ MBA ചേട്ടന്മാരും എല്ലാവരും MBA. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വർഷം മുമ്പ് ഇലക്ട്രിക് വാഹനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ധൈര്യമായിരുന്നു. കാരണം ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇത് എത്രമാത്രം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളൊരു ധാരണ ഒന്നും നമുക്കില്ല. ആ ഒരു സമയത്ത് ഇങ്ങനൊരു വാഹനം എടുത്തപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു 50,000 കിലോമീറ്റർ ഓടി ലിവിങ് വിത്ത് EV എന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പം ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ആ 2 കമ്പാരിസനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? ആദ്യം എടുക്കുമ്പോൾ വണ്ടിയിൽ സജഷൻ വന്ന വണ്ടി കൊടുത്ത് അടുത്ത് എടുക്കാൻ എല്ലാവരും പറഞ്ഞത് മാരുതി, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ മാരുതിയുടെ വണ്ടി, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടി MG, അങ്ങനെ ഓരോരുത്തർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫാദർ ലോയും പറഞ്ഞിരുന്നു, ഈ വണ്ടി എടുക്കും, പോയിട്ട് മാരുതി ബ്രസ എടുക്കും, അത് നിങ്ങൾക്ക് കംഫർട്ട് ആയിരിക്കും. അവരില്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞു അത് ബുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു, ബുക്ക് ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചു പലവട്ടം. ഞാൻ അപ്പോൾ ആരുടെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല, കാരണം EV ആണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ, പറഞ്ഞില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ, അവർക്ക് ഒരു ഇതിന് സജസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിധം ധാരണ ഉണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ സെക്കൻഡ് EV ആണ് ഇത് ശരിക്കും പറഞ്ഞ എൻ്റെ വണ്ടി വരുന്നത്. ഫസ്റ്റ് ചെറുവണ്ടിയായിരുന്നു, അത് കുറച്ച് കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ. ആ വണ്ടിയിൽ തന്നെ എനിക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കിലോമീറ്റർ കണ്ടപ്പോൾ EVയിലേക്ക് തന്നെ വന്നത്. പിന്നെ നമ്മൊരു എല്ലാത്തിനൊരു ക്രൈസ് ആണല്ലോ. അപ്പോൾ നമ്മൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്രൈസ് ആണ്. നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം, ഇപ്പം നമുക്ക് താല്പര്യം ഇല്ലാണ്ട് എന്ത് കാര്യം ചെയ്താലും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് EV വേണം, എനിക്ക് EV ഓടിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പോൾ ആ ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കാക്കയ്ക്ക് തൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എനിക്കിത് എൻ്റെ ഇതാണ്. അപ്പോൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് പ്രശ്നമായിരുന്നു, വീട്ടുകാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പറ്റില്ല, അവർ പറഞ്ഞു ഇത് എങ്ങനെ, ഇത് വണ്ടി വെച്ച് നിന്ന് പോയി എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ. ഇപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടി ഞായറാഴ്ചകളിലാണ് എൻ്റെ ബിസിനസ് ഇല്ലാത്ത ദിവസം. അപ്പോൾ ഞായറാഴ്ച എനിക്ക് ഒഴിവ്, എനിക്ക് വേണ്ടി അവിടെ കുറേ വെയിറ്റിംഗ് ആൾക്കാരുണ്ട്. കാരണം അവിടെ ഇവിടെ ഒക്കെ പോകാനായിട്ട്, ലോങ് പോകാനായിട്ട്, മലപ്പുറമൊക്കെ പോകാനായിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അവർ നേരെ വന്ന് വീട്ടിൽ വന്ന് വണ്ടി ഇടും, അവരെ വണ്ടി ഇടും, ഈ വണ്ടി എടുത്ത് പോകും. ഈ വണ്ടി എടുത്ത് പോയിട്ട് ഇവരിപ്പോൾ എല്ലാ ആഴ്ചകളും ഇപ്പോൾ അതാ പരിപാടി. വന്നിട്ട് അവർ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് ഞാൻ പോകേണ്ടത് വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, ഇല്ല ഓക്കെ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടുവരാം, രാവിലെ ആയിട്ട് അവർ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ചിലവുകളൊന്നുമില്ല. അവസാനമായിട്ടൊരു ചോദ്യം, അപ്പം ഞാൻ
ടാറ്റ നെക്സോൺ EV എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, എന്തൊക്കെ സജഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഞാൻ എടുക്കട്ടെ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ 2-3 കൂട്ടുകാരായിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു, കുറേ പേര് വിളിച്ചിരുന്നു. ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് ലെവലിൽ നോക്കണം എന്താ ഓട്ടം, എങ്ങനെ ഓട്ടം. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് മലപ്പുറം പോയി, അത് കഴിഞ്ഞ് രണ്ടാമത് തിരിച്ചു വന്ന് വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി ചാർജർ ഇപ്പോൾ അവൈലബിൾ കുറവാണ്. ഓക്കെ, നമുക്കിപ്പോൾ സ്ലോ ചാർജിങ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കിലോമീറ്റർ സ്ഥിരം നോക്കിയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ സെഷൻ. ഇപ്പൊ പക്ഷേ യൂസേജ് എങ്ങനെയാണെന്ന് കൂടി നോക്കിയിട്ട് എടുക്കുന്നതാണ്. വണ്ടിനായിട്ടൊരു എന്താ പറയുക, വണ്ടിയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. നമുക്ക് അത് സജസ്റ്റ് 100 to 110 കൊടുക്കാം. പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ നമുക്ക് ചാർജിങ് എല്ലായിടത്തും ആയി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ബിസിനസ് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഇപ്പോൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് എടുക്കാം. ഇപ്പോൾ ഈ ആലുവ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ആലുവ ആയതുകൊണ്ട് എനിക്കിപ്പോൾ MG ഉണ്ട്, ഇവിടെ തന്നെ ഗോകുലുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട്. MGയിൽ ചാർജ് ചെയ്യണം. MGയിൽ വന്നേക്കുന്ന ചാർജർ ടാറ്റയുടെ ചാർജറാണ്. ടാറ്റയുടെ ചാർജറാണ് MG വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്യാം. പക്ഷെ അവിടെ ഇപ്പോൾ കാശുണ്ട്, നമ്മൾ പേ ചെയ്യണം. KICBയിൽ പാലാരിവട്ടത്തൊന്നും ഫ്രീ ആണ് ഇപ്പോഴും. നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. ബാക്കി വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചാർജിങ് സ്റ്റേഷൻ KSCB സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ, വേറെ ബില്ലായിട്ട്. അതിപ്പോൾ 5 രൂപ, യൂണിറ്റിന് 5 രൂപയായിട്ട് നമുക്ക് LT10 എന്ന് പറയുന്ന ഒരു വെർഷൻ നമുക്ക് പുറത്തേക്കാണ് ശരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടേക്ക് അവൈലബിൾ തരുന്നില്ല. ചിലയിടത്ത് മലപ്പുറം സൈഡിൽ, വയനാട് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം സൈഡിൽ, വയനാട് സൈഡിലേക്കൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അത് യൂണിറ്റിന് 5 രൂപ, ശരിക്കും 7 രൂപയെന്ന് വീണ്ടും 2 രൂപ കുറയാണ്. അപ്പോൾ അത്രയും പൈസ കുറയും. 5 രൂപ, എല്ലാത്തിനും 5 രൂപ. പിന്നെ അതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫിക്സഡ് ഡ്യൂട്ടി പൈസ കൂടുതലുണ്ടെന്നുണ്ട്. ആ ഒരു പ്രശ്നം നമുക്ക് സ്ഥിരം ഓടുന്നവർക്ക്, ഇപ്പോൾ എന്നെ പോലെ ഓട്ടം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഗുണമാണ്. കാരണം അത് പ്രശ്നമില്ല. നമുക്ക് 5 രൂപ വെച്ചിട്ട് കാൽക്കുലേഷൻ വരുള്ളൂ. നമുക്ക് 7 രൂപയിലേക്ക് പോകില്ല. ആ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അവസാനത്തിൽ രണ്ടാമത്തെ അവസാനത്താണ് ഒറ്റ ചോദ്യം, ഈസ് ഇറ്റ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്? അത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, EVയിൽ എങ്ങനെ പോയാലും അതിൽ ഞാനത് ചോദിക്കാനുള്ള ഒരു വേറൊരു കാരണം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, 10 ലക്ഷത്തിന്റെ നെക്സോൺ എടുത്തിട്ട് എണ്ണടിച്ച് 2 വർഷം ഉപയോഗിക്കുന്നതിന് അത്രയും ആവില്ല, അതിനേക്കാളും കൂടുതലല്ലേ നെക്സോൺ EVക്ക്, കാരണം 17 ലക്ഷം കൊടുക്കണ്ടേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന സംശയം. ആ ഒരു ചോദ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഇത്രയും പൊട്ടത്തരം ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണം എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ വണ്ടിക്ക് പിന്നിലാണ്ട് ഈ വണ്ടി 16-17 ലക്ഷം രൂപ കൊടുത്ത് നീ എടുത്ത് വണ്ടി, എന്നിട്ട് നിനക്ക് ഇപ്പോൾ ഇതിന്റെ തന്നെ പെട്രോൾ വണ്ടി 10 ലക്ഷം രൂപയല്ലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 11 ലക്ഷം രൂപ. അപ്പോൾ നിനക്ക് ഇത്രയും സേവ് ചെയ്ത് ഇത് ബാങ്കിലിട്ടാൽ നിനക്ക് അടിച്ചുകൂടെ എന്ന് നോക്കും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ, 52,000 കിലോമീറ്റർ ഓടി. അപ്പോൾ ഞാൻ ഇപ്പോൾ മറ്റേ ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ആദ്യത്തെ വണ്ടി സിവിക് ആയിരുന്നു. ആ സിവിക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 8 രൂപ വെച്ച് നോക്കണം. 8 രൂപ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് 4 ലക്ഷം രൂപ ഞാനിപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ പിന്നെ സേവ് ചെയ്തു. അത് പെട്രോൾ കാശ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അതിന് മെയിൻ്റെനൻസ് വേറെ 5 വർഷത്തേക്കാണെങ്കിൽ വലിയൊരു എമൗണ്ട് ആവില്ല. അതുപോലെ തന്നെ ചോദ്യം, മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു 50,000 കിലോമീറ്റർ ഓടിയതിനിടയിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട് വണ്ടിക്ക്? കൂടെ ഇതിൻ്റെ 2 കൂളൻ്റ് ഉണ്ട്. ഒന്ന് മോട്ടറിലേക്കുള്ള കൂളൻറ്റും 2 ബാറ്ററിയിലേക്കുള്ള കൂളൻറ്റും. ഈ 2 കൂളൻ്റ് ചേഞ്ച് ചെയ്യാനുള്ള പൈസ അത് മാത്രമേ വരുള്ളൂ. പിന്നെ ഗിയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലുണ്ട്. അതിന് എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ ഓയിലുണ്ട്. അതെന്തോ ഒരു 600-700 രൂപ. എല്ലാം കൂടിയും കൂട്ടി നമുക്ക് ഒരു 1000 രൂപ വരുന്ന ഒരു ചെലവ്. നമുക്ക് ഒരു സർവീസിൽ നമുക്കൊരു 15,000 കിലോമീറ്റർ ആ ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഓടുന്നതനുസരിച്ച്, ഞാൻ നേരത്തെ ഓടിയത് കൊണ്ട് എനിക്ക് നേരത്തെ വരും. ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ട് 50,000. ചിലവർക്ക് നിസ്സാര 50,000 ഓടുന്നില്ലല്ലോ, പലരും 15,000-20,000 കിലോമീറ്ററിൽ ഓടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒഫീഷ്യലി 50,000 ആയ ആദ്യത്തെ കസ്റ്റമർ ചിലപ്പോൾ മനോബേട്ടനായിരിക്കും. ഓക്കെ, കാരണം വേറെ എവിടേക്കോ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, പക്ഷെ അതങ്ങനെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ആളായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ ഞാനാണ്. അതെ, കേരളത്തിൽ വേറെ ആരും കാരണം ഞാൻ ഗ്രൂപ്പിൽ അപ്പോൾ ഗ്രൂപ്പിലിട്ട് നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ ആരും എന്നെക്കാട്ടും കുറച്ചും കൂടി മുന്നെടുത്ത ഒരാളുണ്ടായിരുന്നു, എന്നെക്കാട്ടും ഡെലിവറി കിട്ടിയ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇപ്പോൾ 40 ജില്ലാനായിട്ടുണ്ട്, 44 അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആള്
അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ഇപ്പം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ്. ഇത് എത്രമാത്രം എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ് രൂപേട്ടൻ ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് കേരളത്തിൽ പെട്രോൾ പമ്പുകൾ അവൈലബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരുന്നു. ഇപ്പം മാരുതി 800 ഒക്കെ ഇന്ത്യക്കാരെ വീലിലേറ്റിയ വാഹനമാണെന്ന് പറയാം. അപ്പം അതൊക്കെ വന്ന സമയത്ത് ഈ പെട്രോൾ പമ്പുകളുടെ അവൈലബിലിറ്റി എന്നുള്ള വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ ആളുകൾ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ക്യാനിലാക്കിയിട്ട് വണ്ടിയുടെ ബാക്കിൽ സൂക്ഷിക്കും, എണ്ണ തീരുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഇന്നിപ്പം നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരിടത്ത് തന്നെ 5-6 പെട്രോൾ പമ്പുള്ള ടൗണുകളൊക്കെ ഉണ്ട്. പല കമ്പനികളുടേതായിട്ട് ആ രൂപത്തിലൊക്കെ ഒരു കാലത്ത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളും വരും. പിന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവുന്ന ഫോണുകൾ വരാൻ പോകുന്നു. ബാറ്ററിയുടെ മറ്റൊരു വികാസം. അപ്പോൾ അതുപോലെ ബാറ്ററി വേറെ രൂപത്തിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും ടെക്നോളജിയുടെ കാര്യത്തിൽ, കാരണം എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെസ്ല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ചെയ്ത് പോകുമ്പോൾ ചാർജ് ഫുൾ ആവുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് നമ്മളിപ്പോൾ പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും ചാർജിങ് സ്റ്റേഷനുകളുള്ള സിസ്റ്റം ഒക്കെ വന്നേക്കാം അല്ലേ? തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും, എളുപ്പമായിരിക്കും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എവിടെ പോയാലും ചാർജ് ഒരു 15 ആമ്പ് പ്ലഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എവിടെയും ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പങ്കുവച്ചൊരു ആശയം ഉണ്ടായിരുന്നു. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറുമായിട്ട് ഈ ഒരു വിഷയവുമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ആശയം, ഈസി ആയിട്ട് മാറ്റി വെക്കാവുന്ന പ്ലാന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം, ബാറ്ററികൾ. നമ്മൾ ഗ്യാസ് വീട്ടിൽ. അപ്പം അതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ സാധ്യതയുണ്ട്. സോളാറിൽ നിന്ന് എടുത്തിട്ട് ചാർജറുകളാക്കാം, സോളാർ ചാർജുകൾ ഉപയോഗിച്ച് ബാറ്ററി ഫില്ല് ചെയ്യാം. അപ്പൊ അങ്ങനെ വലിയ വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ആർക്കും പരീക്ഷണങ്ങൾ നടത്താം, പുതിയ പുതിയ ഇൻപുട്ടുകളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? സത്യം, തീർച്ചയായിട്ടും സത്യം. അപ്പോൾ എന്തായാലും അനൂപേട്ടൻ വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമ്മൾ തന്നത്. ശരിക്കും പറഞ്ഞാൽ EV അല്ലെങ്കിൽ ടാറ്റ നെക്സോൺ EV എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അനൂപേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഫീച്ചർ ചെയ്തതും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതും ഒക്കെ. ശരിക്കും ബിസിനസ് എന്താണ്? പ്ലൈവുഡിന്റെ ബിസിനസ്. അപ്പോൾ ഡെയിലി കൊടുങ്ങല്ലൂരിലേക്ക് എന്നും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് പറയാൻ കഴിയും. ആ ആധികാരികതയാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. ഇനി ചില ആളുകൾക്ക് സംശയമുണ്ട്, ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് അത് എത്ര വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചാർജ് ആവുമ്പോൾ എങ്ങനെയായിരിക്കും, അതിൽ കേട് വന്നു കഴിഞ്ഞാൽ മാറ്റാൻ എത്ര വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് ടാറ്റ നെക്സോൺ EVയുടെ ഒഫീഷ്യൽസ് തന്നെ നമ്മളുടെ കൂടെയുണ്ട്. അവരോടുകൂടി നമുക്ക് ചോദിച്ചിട്ട് തൽക്കാലം ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നാദിർഷ സാറുണ്ട്. നാദിർഷയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ നെക്സോൺ EVയുടെ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഈ നെക്സോണിനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. EV സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വാഹനം ഓടിച്ച ആളാണ്. മറ്റുള്ളവരെക്കാളും എക്സ്പേർട്ട് അവരാണല്ലോ. അപ്പോൾ അവരുടെ കുറേ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ കമ്പനിയുടെ ഭാഗത്ത് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇപ്പം 8 വർഷം വരെയാണ് ഈ ബാറ്ററിക്ക് കമ്പനി നൽകുന്ന വാറണ്ടി കാര്യങ്ങളൊക്കെ. 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഈ സമയം കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി ഡാമേജ് വരാം. സ്വാഭാവികമാണ്, ഇലക്ട്രിക് ആയിട്ടുള്ള സംഭവമാണ്, ഡാമേജ് സംഭവിച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി നൽകുന്ന സപ്പോർട്ട് എന്താണ്, അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരും ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് എന്നുള്ളത്? കറന്റ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 8 വർഷത്തേക്ക് നമുക്ക് ഇതിനകത്തോട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ബാറ്ററിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ നജീബ് പറഞ്ഞ പോലെ തന്നെ ബാറ്ററിക്കാണെങ്കിലും മോട്ടറിനാണെങ്കിലും ഇതിനകത്തോട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇനി നജീബ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷത്തിന് ശേഷം ഇതിന്റെ പ്രൈസ് എന്താണ് വരുന്നത്? ഒഫീഷ്യലി ഇതിനകത്ത് ഈ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മുടെ വെഹിക്കിളിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം സെല്ലുകളായിട്ടാണ് നമ്മൾ ഇത് പ്ലേസ്, അതായത് മോഡ്യൂളായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് സെല്ലുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ സെല്ലുകളിൽ ഒരിക്കലും ഫുൾ ബാറ്ററി ആയിട്ട് കംപ്ലൈന്റ് ആവില്ല, ഒരിക്കലും ഡെഡ് ആവില്ല. സെയിം നമ്മുടെ മൊബൈലിനകത്ത് വരുന്ന സെയിം ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൊബൈലുകളിൽ എന്താ പറയുക, ബാറ്ററി കംപ്ലൈന്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മൊബൈൽ പെട്ടെന്ന് ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് ഇതിന്റെ ചാർജ് ഇറങ്ങി പോകുന്നതും കംപ്ലൈന്റ് ആണ്. അത് ആ ഒരു ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് ചൂടാവില്ലേ, ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലേ. പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൂളന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തെർമൽ ടെക്നോളജി, കൂളന്റ് തെർമൽ ടെക്നോളജിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. സോ നമുക്കിതിന്റെ റിലയബിലിറ്റി കൂടുതലാണ്. അതായത് ഇതിന്റെ ബാറ്ററി ഇപ്പോൾ 8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരിക്കലും
ബാറ്ററിയുടെ ലൈഫ് അല്ല അത് പറയുന്നത്. 8 വർഷം എന്ന് പറയുന്നത് ഒരിക്കലും ബാറ്ററിയുടെ ലൈഫ് അല്ല. ബാറ്ററിയുടെ ലൈഫ് അല്ല ഒരിക്കലും. 8 വർഷം നമ്മളിപ്പോൾ മൊബൈലിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് 8 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നു. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് പലർക്കും. 8 വർഷം കഴിഞ്ഞാൽ ഇത് തീർന്നു ആവുന്നുള്ള, അല്ലെങ്കിൽ പോയി വെഹിക്കിൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. ഇനി ഈ 8 വർഷം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരിക്കലും ഫുൾ ബാറ്ററി ആയിട്ട് ഇതിന് ഒരു ഫുൾ ബാറ്ററി സെറ്റ് ആയിട്ട് കംപ്ലൈന്റ് ആകും. ഇതിനകത്ത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചാർജ് എന്താ പറയുക, ചാർജിങ്ങിന് ടൈം കൂടുതൽ വരുന്നത്, അതാണ് ഇതിന്റെ കംപ്ലൈന്റ് പോലെ നമുക്ക് വരാനുള്ളത്. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈം സൈക്കിളിന്റെ ഒരു പ്രശ്നം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. അതെ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി കംപ്ലൈന്റ് എന്ന് നമുക്കൊരു ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ റെക്ടിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ്ങിന് നോർമലി ഇപ്പോൾ നമ്മൾ 0 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം 8 മണിക്കൂറാണ് നമ്മൾ പറയാം. നമുക്കത് കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ ഇപ്പോൾ വാറണ്ടിയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും കംപ്ലൈന്റ് ആയി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിന്റെ ലെങ്ത് കൂടുതലാവും. 8 മണിക്കൂർ എന്നുള്ള 10 ആവും 12 ആവും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സോ നമ്മൾ സർവീസ് സെന്റർ കോൺടാക്ട് ചെയ്യുന്നത്, നമ്മുടെ തന്നെ സർവീസ് സെന്ററുകളിൽ അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, BMS സിസ്റ്റം എന്ന് പറയും, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മുടെ ഏത് സെല്ലിനാണോ നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ സെല്ലിനെ നമുക്ക് റീപ്ലേസ് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത്ര വലിയൊരു കോസ്റ്റിലേക്ക് പോകില്ല. 8 വർഷം കഴിഞ്ഞാലും അത്ര പൈസ വരില്ല. അതെ, 8 വർഷം കഴിഞ്ഞാലും നമുക്ക് ആ റേറ്റ് വരില്ല. 8 വർഷത്തിനിടക്ക് നിങ്ങൾ നന്നാക്കി കൊടുക്കുമല്ലോ ഫ്രീ ആയിട്ട്. 8 വർഷത്തിനിടക്ക് നമുക്ക് അതല്ല പറഞ്ഞത്, 8 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. 8 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. അപ്പോൾ 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ സെല്ല് മാറ്റേണ്ട ചാർജ് ആവുള്ളൂ. അതായത് സിംഗിൾ സെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര റേറ്റേ വരുള്ളൂ. കാരണം ഒഫീഷ്യലി ഇപ്പം നമ്മളത് അനൗൺസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലുകളെല്ലാം നമുക്ക്, അതായത് ടാറ്റയ്ക്ക് നമ്മുടെ വെഹിക്കിൾ നെക്സോൺ EVക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ കെമിക്കൽസ് തന്നെയാണ്. സോ ടാറ്റ കെമിക്കൽസ് ഇനി ഭാവിയിൽ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ലിഥിയം അയൺ ബാറ്ററി. ടാറ്റയ്ക്ക് പിന്നെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞാൽ എല്ലാം സ്വന്തമായിട്ടുണ്ട്. സ്റ്റീൽ കമ്പനി ആണെങ്കിലും വണ്ടി ഉണ്ടാക്കാനുള്ള സ്റ്റീൽ എല്ലാം സ്വന്തമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ടാറ്റ കെമിക്കൽസ് തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചീപ്പായിരിക്കും. വേറൊരു സംശയം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രമാത്രം വെള്ളത്തിലൂടെ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ മഴ, അതേപോലെ തന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അല്ല, മഴയത്ത് ഫ്ലഡ് വന്നാൽ നിർത്തിയിട്ടാലും നോക്കണം, എവിടെയെങ്കിലും നിർത്തിയിട്ടാലും വെള്ളം നിർത്തിയിട്ടില്ല. ഇതിപ്പോ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ നെക്സോൺ EV ഇറങ്ങിയ സമയത്ത് മുംബൈയിൽ ഒരു ഫ്ലഡ് വന്നിരുന്നു. ആ സമയത്ത് ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു ഫ്ലഡിൽ കൂടി നെക്സോൺ EV ഇങ്ങനെ ചീറിപ്പാഞ്ഞു അത് കണ്ടിരുന്നല്ലോ. അപ്പോൾ അത് ശരിക്കും ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ആ ഒരു ചോദ്യം വന്നു, എത്രമാത്രം എന്താ ഡെപ്തിൽ നമുക്ക് വെഹിക്കിൾ ഓടിക്കാം. 1 മീറ്റർ ഡെപ്തിൽ വരെ നമുക്ക് സുഖമായിട്ട് വെഹിക്കിൾ ഓടിച്ചു പോകാം, ഒരു പ്രശ്നം വണ്ടിക്കകത്ത്. അതായത് നമ്മുടെ ഈ വെഹിക്കിളിന്റെ ടയറിന്റെ മുകളിൽ ഭാഗം വരെ നമുക്ക് സുഖമായിട്ട് വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത് പോകാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നോർമലി ഉള്ള IC വെഹിക്കിൾസിനകത്തുള്ള ടെയിൽ പൈപ്പ് വഴി നമുക്ക് വെള്ളം നമുക്ക് വരുന്നത്, നമുക്ക് ടെയിൽ പൈപ്പ് ഇല്ല, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. പിന്നെ ഒരു സംശയം, ലാസ്റ്റ് സംശയമാണ്. ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ് ഫാമിലി ആയിട്ട് മൂന്നാറിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചാർജ് തീർന്നു വഴിയുന്നു, അങ്ങനെയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ടാറ്റ മോട്ടോഴ്സ് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ ആയി തുടങ്ങി. പക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും വരുന്ന ഡൗട്ടാണ്, വെഹിക്കിളിന്റെ ചാർജ് 0% ആയി ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആയി ഫാമിലി ആയിട്ട് പോകണേ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതിന് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ചാർജ് ചെയ്ത് കൊടുക്കണോ ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വരുന്നത്? റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള റോഡ് സൈഡ് നമുക്ക് ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഫ്ലാറ്റ് ബെഡ് വഴി നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ പുതിയതായിട്ട് ഒരെണ്ണം ടാറ്റ നമ്മൾ അതിന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പോർട്ടബിൾ ആയിട്ടുള്ള ചാർജിങ് വാൻ. അതായത് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിലോട്ട് എത്താനായിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് സെന്ററിലോട്ട് എത്താനായിട്ടുള്ള ചാർജ് നമ്മൾ ചെറിയൊരു ബൂസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ചിലയിടത്ത് നമുക്ക് പെട്രോൾ വാനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ചാർജിങ് വാൻ വരണം. ചില മൊബൈൽ കമ്പനികൾ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ അവർ ആപ്പിൽ കയറിയിട്ട് നെറ്റ് റീചാർജ് ചെയ്യാൻ ഒരു 10 MB കൊടുക്കുന്ന പോലെ ആ സിസ്റ്റം. അതെ, പെട്ടെന്ന് അതായത് ഇമ്മീഡിയറ്റ് ബേസിൽ തന്നെ നമ്മൾ കേരളത്തിലോട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മൾ കേരളത്തിലാണ് വലിയ EV മാർക്കറ്റ് തോന്നുന്നുണ്ട്. കേരളത്തിലാണ്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഇമ്മീഡിയറ്റ്ലി ഫാസ്റ്റ് ഈ 1 ഇയർ കാലാവധി തന്നെ 1000 ഇലക്ട്രിക് വെഹിക്കിൾസ് നെക്സോൺ EV നമ്മുടെ റോഡുകളിൽ ഇറങ്ങിയത് ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് വരുന്നത്. മലയാളികളുടെ ഫോർകാസ്റ്റിംഗ് ആണ് അതാണ് അല്ലെ? സത്യമല്ലേ? കാരണം എല്ലാവരും അടിച്ചെന്നപ്പോൾ മലയാളികൾ ഏറ്റെടുത്തു. ഈ ഒരു കാലാവധി കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പെട്ടെന്നായിട്ട് അത് റീച്ച് ചെയ്യാൻ പറ്റിയ വലിയൊരു നമ്മുടെ മലയാളികളുടെ തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. തീർച്ചയായിട്ടും പ്രൗഡ് മലയാളീസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങളൊരു സംശയ നിവാരണ സെഷനായിരുന്നു, സഹകരിച്ചതിന് നന്ദി. ഈ പറഞ്ഞ സംശയങ്ങൾ, ചോദിച്ച സംശയങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്. കാരണം ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര ആശങ്കയാണ്. കാരണം ഒരു EV എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാറ്റ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് EV എന്നുള്ളത്
ഒരു പുതിയ ടെക്നോളജിയാണ്. അതെ അതെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ 100 സംശയങ്ങളായിരിക്കും. നമ്മൾ ഈവൻ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും നന്നായിട്ട് മാച്ച് ചെയ്ത് നോക്കി പല സംശയങ്ങളും തീർത്തെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അത് തീർന്നിട്ടുണ്ടായിരിക്കും. അല്ല, ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തെടുക്കണമല്ലോ നമുക്ക്. കാരണം നാളെ ഒരാൾ EV എടുക്കാൻ ഒരു സംശയം മനസ്സിൽ വെച്ചാൽ എല്ലാം ഈ ഒറ്റ വീഡിയോടെ തീരണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ എന്നാണ് എല്ലാവരും ഇലക്ട്രിക്കിനെ വിളിക്കുന്നത്. അതായത് അടുത്ത ഫ്യൂച്ചറാണ്. ഇനി ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വേറെ പ്രൊഡക്റ്റുകൾ വരുന്നു. 500 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ആൾട്രോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കണ്ടു. പക്ഷെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല. വരുമായിരിക്കും. വരുന്ന ആൾട്രോസ് EV എന്തായാലും ഓട്ടോ എക്സ്പോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചാനലിനകത്ത് ആ വീഡിയോ കണ്ടിട്ട്. അപ്പം അതും വരട്ടെ. അതുപോലെ തന്നെ എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും EV-യിലാണ്. ടെസ്ല ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന വലിയ അനൗൺസ്മെന്റ് ആണ്. EV-നെ കുറിച്ച് പറയുമ്പോൾ അതുകൂടി ചേർത്ത് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി നിൽക്കുക. മറ്റേ സാധനം കിട്ടും, നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.